1, 2, 3. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ശന്തനുവിൻ്റെ ഒരു പല്ല് പറിക്കുന്ന വീഡിയോ ആണ്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. പക്ഷെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ പറിക്കാം നോക്കാം. ഡെൻ്റൽ ഫ്ലോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറിക്കുന്നത്. ഡെൻ്റൽ ഫ്ലോസിൻ്റെ ഈ ഒരു പാക്കറ്റിൽ ഫിലമെൻസും അതുപോലെ ഫ്ലോസർ പിക്സ് ഉണ്ട്. ഫ്ലോസർ പിക്സ് വെച്ചിട്ട് ആദ്യം നമ്മൾ പല്ലിൽ ആ റൂട്ട്സിനെ ഇങ്ങനെ വിട്ട് വരണമല്ലോ. പല്ലിങ്ങനെ ആടുന്നുണ്ടെങ്കിലും കുറച്ച് റൂട്ട്സൊക്കെ അതിനവിടെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിങ്ങനെ ആ കണക്ഷൻസ് ഇങ്ങനെ വിട്ട് കൊടുക്കണം. അതിന് നമ്മൾ ആ ഒരു പല്ലിൻ്റെ രണ്ട് സൈഡും മുകളിലും താഴെയൊക്കെ ആയിട്ട് ആ റൂട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ കണക്ഷൻസ് ഇങ്ങനെ കുറച്ച് ലൂസായി പോരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നന്നായിട്ട് ആ പല്ല് ലൂസായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഫിലമെൻറ്റ്സ് എടുക്കണം. ഇത് ടെഫ്ലോൺ അല്ലെങ്കിൽ നൈലോൺ ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസിൻ്റെ ഒരു നല്ല കട്ടിയുള്ള, അതായത് നൂലല്ല, ഇത് നൂല് പോലെ തോന്നുമെങ്കിലും നല്ല കട്ടിയുള്ള ഫിലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ, അതായത് പല്ലിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുരുക്കുണ്ടാക്കണം. കുരുക്കുണ്ടാക്കുക എന്നല്ലേ പറയുക അതിന്. ഇതിങ്ങനെ റൗണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പല്ല് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരു കുരുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ ആ പല്ലിങ്ങനെ കുരുക്കിയിടുക. അത് നന്നായിട്ട് ടൈറ്റായി നമുക്ക് ആ പിടുത്തം കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ സഡനായിട്ട് നമ്മളൊരു വലിച്ചാൽ തന്നെ പല്ലിങ്ങോട്ട് പോരും. അതിനാണ് നമ്മൾ അതിനെ ആദ്യം തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ലൂസാക്കി വെച്ചത്. 1, 2, 3. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണ് പല്ലിതേ ഇങ്ങ് പോകുന്നു. പിന്നെ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യത്തെ നമ്മുടെ പല്ലുപറിയൊക്കെ ഭയങ്കര ട്രാജഡി ആയിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ ഈ ഡെൻ്റൽ ഫ്ലോസ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ 3ാമത്തെ പല്ലാണ്. ഇതിന് മുന്നത്തെ പല്ല് നമ്മൾ ഇത് വെച്ചിട്ടാണ് കളഞ്ഞത്. അപ്പോൾ അതേ പല്ല് പോകുന്നു. അത് നമ്മൾ ടൂത്ത് ഫെയറിക്ക് കൊടുക്കലാണ് പതിവ്. അങ്ങനെ നമുക്ക് കോയിൻസ് ടൂത്ത് ഫെയർ തരാറുണ്ട് രാത്രി. അപ്പോൾ ഈ കോയിൻസൊക്കെ കാണാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പിഗ്ഗി ബാങ്കിൽ വെക്കാറാണ്. പിന്നെ പല്ല് പോയാൽ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ പല്ല് പോയപ്പോൾ തന്നെ നമ്മളിത് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് എടുത്തിരുന്നു. അപ്പോൾ അതിൽ ഓരോ പല്ല് പോകുമ്പോഴും അതാത് ഡേറ്റും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സ്റ്റോറിയോ എന്തെങ്കിലും നമുക്കിവിടെ എഴുതാൻ പറ്റും. അപ്പോൾ കുറേ കഴിഞ്ഞാലും അത് നല്ലൊരു ഓർമ്മയായിരിക്കുമല്ലോ. പിന്നെ ഫസ്റ്റ് ടൂത്ത് പോയ സമയത്താണെങ്കിൽ നമുക്ക് ടൂത്ത് ഫെയറിയുടെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും ശന്തനു ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ടൂത്ത് ഫെയറിയുടെ ഒരു കുഞ്ഞു ലെറ്ററും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പല്ല് പോയത് ഞാനൊരു ചെറിയ സ്റ്റോറി ആക്കിയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവരെന്തായാലും കാണണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പല്ല് പോയ കഥ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.